ഇന്നത്തെ ബിഗ് ബോസിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഷാനവാസിനെ ശരിക്കും പഞ്ഞിക്കിടുന്നുണ്ട്. ശരിക്കും ഷാനവാസിന് ഇത് അർഹനാണ്. കാരണം ഷാനവാസിന് ആരും കൂടെ വേണ്ട, ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. കാരണം എന്ന് വെച്ചാൽ വോട്ടിങ്ങിൽ വരുമ്പോൾ ഷാനവാസും അനുമോളും മറ്റ് മത്സരാർത്ഥികളൊക്കെ 10,000 വോട്ടിനപ്പുറം മുൻപന്തിയിലാണ്. അതുമാത്രമല്ല, ഷാനവാസും അനുമോളും തമ്മിലുള്ളൊരു മത്സരം നമുക്ക് കാണാം. ആ ഷാനവാസ് ആ ബിഗ് ബോസിൽ നിന്ന് കൊടുത്താൽ മാത്രം മതി, അല്ലാതെ വേറൊരു പ്രവൃത്തി അവിടെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഷാനവാസ് ഈസിയായിട്ട് ചെയ്യും. അതുമാത്രമല്ല, ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ഈ കുടുംബത്തെ വെച്ചുള്ള കളി, ഇപ്പം അക്ബറിൻ്റെ നോട്ട് ശരിയല്ല, അപ്പാനിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട്. ഇതൊക്കെ അനാവശ്യമാണ്. ഇതൊരു വെറും വൃത്തിയുടെ രീതിയിലുള്ള ഗെയിം കളിയാണ്. അങ്ങനെ കണക്ക് പറയുന്നെങ്കിൽ ഷാനവാസ് ഈ കഴിഞ്ഞ വീക്ക് മൊത്തം ജിസേലിൻ്റെ പിറകിലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ജിസേൽ കുറച്ച് ഗ്ലാമറുള്ള വ്യക്തിയാണ്. ഒരു ഹിന്ദി ബിഗ് ബോസിലൊക്കെ നമ്മൾ കാണുന്ന കണക്കത്തുള്ളൊരു ഗ്ലാമർ പരിവേഷം ബിഗ് ബോസിനകത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നതും മാത്രമേ ഉള്ളൂ. അതിന് ഇപ്പം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് നോക്കിയെടുക്കുകയൊക്കെ എന്ന് വരും. അതൊരു വലിയ മിസ്റ്റേക്കായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇതുവരെ കാണാത്ത രീതിയിലൊരു നമ്മുടെ ജിസേൽ, അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ. അപ്പോൾ ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് വന്ന ഈ മിസ്റ്റേക്കിനെ ലാലേട്ടൻ തിരുത്തണമെന്നാണ് പ്രകാരം. എങ്കിൽ മാത്രമേ ഷാനവാസും ഗെയിം മാറ്റി കളിക്കട്ടെ. നല്ല ഗെയിമറാണ് ഷാനവാസ്. കൂട്ടത്തിൽ നല്ലതുപോലെ ഗെയിം കളിക്കുന്നവരുടെ കൂട്ടത്തിലും ടോപ്പ് 5 വരാൻ സാധ്യതയുള്ള വ്യക്തിയും കൂടിയാണ്.